നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ചില ഓർമ്മപ്പിശക് പറ്റാറുണ്ടോ? അതായത് പെട്ടെന്ന് നമ്മൾ എണീറ്റ് ഒരു കാര്യം ചെയ്യണം എന്നാലോചിച്ച് നമ്മൾ ചെന്നിട്ട് പെട്ടെന്നായിരിക്കും, ഞാൻ എന്തിനാ ഇവിടെ വന്നേ, എന്തെടുക്കാനാണ് ഞാൻ ഇവിടെ വന്നാവോ, എന്തിനാണാവോ ഞാൻ ഇവിടെ വന്നേ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ കണ്ണട കണ്ണിൽ വെച്ചിട്ട് തപ്പി നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് തപ്പി നടന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ചെറിയ അഴിച്ചുപണികൾ വേണം എന്നാണ് അർത്ഥം. എന്താ അഴിച്ചുപണി? എന്താ കുഴപ്പം? നമ്മുടെ തലച്ചോറിനകത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് ആണ് പലതരം സിഗ്നൽസ് നമ്മുടെ തലച്ചോറിലേക്ക് പാസ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് കുറെ ന്യൂറൽ പാത്വേസ് എന്ന് പറയും. കുറെ വഴികളുണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ പോകുന്ന വഴികളാകുമ്പോൾ വളരെ വിസ്താരമുള്ളതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അല്ലെ. അതിലൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ശ്രമകരമായിട്ടൊന്നുമില്ല. നോർമലി നമ്മൾ ചെയ്തിട്ട് പോകും. നമ്മൾ അധികം പോവാതെ അല്ലെങ്കിൽ നമ്മൾ അധികം സഞ്ചരിക്കാത്ത വഴികളൊക്കെ ആകുമ്പോൾ അവിടെ ഫുള്ള് ചെടികളോ അല്ലെങ്കിൽ കാടൊക്കെ പിടിച്ച് ആകെ വൃത്തികേടായിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ആ വഴി ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതൊക്കെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാനും പറ്റും. ഇതേപോലെ തന്നെയാണ് തലച്ചോറിലും. നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന സ്കിൽസ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പയ്യെ അത്തരം ന്യൂറൽ പാത്വേസ് ക്ഷയിച്ചു പോയിട്ട് നമുക്ക് ചെറിയ ഓർമ്മക്കുറവുകൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് പയ്യെ ചില ഡിസീസ് കണ്ടീഷനിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് മാറ്റണം, ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയ പ്രാക്ടീസിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. എന്താണ് ആ ഒരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾനെസ്. എന്താ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഞാൻ പല്ല് തേച്ചു എന്ന് പറയുന്ന ഒരൊറ്റ സെന്റൻസിൽ കഴിയുന്ന കാര്യം രാവിലെ എണീറ്റ് നമ്മൾ നടന്ന് പേസ്റ്റൊക്കെ വെക്കുന്നിടത്ത് വന്ന് പേസ്റ്റും ബ്രഷൊക്കെ എടുത്ത് പേസ്റ്റിന്റെ മൂടി തുറന്ന് ബ്രഷ് കഴുകി അതിനകത്ത് പേസ്റ്റ് തേച്ച് വീണ്ടും അത് പഴയ സ്ഥാനത്ത് വെച്ചു. അങ്ങനെ ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പം നമ്മളെന്താ പറയുക, വന്നു നമ്മൾ പേസ്റ്റ് എടുത്തു, ബ്രഷ് ചെയ്തു, കഴിഞ്ഞു, ഇത്രയും നമ്മൾ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ മുഴുവൻ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയാൽ, അതൊന്ന് ഹാപ്പി ആയിട്ടും കൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആവും, കുറച്ചുകൂടെ അറ്റൻറ്റീവ് ആവും, ആക്റ്റീവ് ആവും, ഫോക്കസ്ഡ് ആവും. പയ്യെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും, നിങ്ങൾ എനർജറ്റിക് ആവാനും തുടങ്ങും. സോ അങ്ങനെ നമ്മുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ റൊട്ടീൻസിലൊക്കെ നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്നവരോടല്ല, ഡെയിലി എനിക്ക് അപ്ഡേറ്റഡ് ആവണം, ഇന്നത്തേലും ബെറ്റർ ആയിട്ടുള്ള ഞാനായിരിക്കണം നാളെ എന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂട്ടോ. മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. താങ്ക് യു.